പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഓക്സിജൻ എന്തുകൊണ്ട് ഫ്ലൈറ്റിൽ ആവശ്യമാണ്, അത് എങ്ങനെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ ഉള്ളിലെ അറ്റ്മോസ്ഫിയറിക് ഓൾട്ടിറ്റ്യൂഡ് വിമാനത്താവളത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡിനേക്കാളും ഏതാണ്ട് 100 അടി താഴെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ വരുമ്പോഴും. അതിൻ്റെ പ്രധാനമായ കാരണം പാസഞ്ചേഴ്സിന് പ്രഷർ ബംസ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രതിഭാസം കൊണ്ട് ചെവിവേദന ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു പ്രധാനമായ കാരണമാണ്. എന്നാൽ വിമാനം പറന്നുയർന്നു കഴിയുമ്പോൾ ക്യാബിൻ വിമാനത്തിൻ്റെ റേറ്റ് ഓഫ് ക്ലൈംബ്, അതായത് കയറുന്ന റേറ്റ് അനുസരിച്ച് ഉയരുകയില്ല. വിമാനം ഏതാണ്ട് 35,000-40,000 അടി ക്രൂയിസ് ഓൾട്ടിറ്റ്യൂഡ് എത്തുമ്പോൾ നമ്മളുടെ ക്യാബിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഏതാണ്ട് 6,000 മുതൽ 8,000 അടി വരെയുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഓൾട്ടിറ്റ്യൂഡിലെ എയർ പ്രഷറാണ് പാസഞ്ചേഴ്സിന് സാധാരണ ഗതിയിൽ താങ്ങാനാവുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഒരു പ്രഷർ. അതേസമയം വിമാനം കൂടുതൽ ഉയരത്തിലേക്ക് അതിൻ്റെ ക്യാബിൻ ഓൾട്ടിറ്റ്യൂഡ് മാറുകയാണെങ്കിൽ ഏതാണ്ട് 10,000 ഓൾട്ടിറ്റ്യൂഡ് വരുമ്പോഴത്തേക്കും പാസഞ്ചറിന് അൺകംഫർട്ടബിൾ ഫീലിംഗ് തുടങ്ങുകയും ഏതാണ്ട് 14,000 ഓൾട്ടിറ്റ്യൂഡ് വരുമ്പോഴത്തേക്കും ഹൈപ്പോക്സിയ എന്ന ഒരു ഓക്സിജൻ ഷോർട്ടേജിൻ്റെ ഒരു സിംറ്റം തുടങ്ങുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ നേരം ആ സിറ്റുവേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ പല യാത്രക്കാർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. എന്നാൽ 14,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോഴത്തേക്കും പാസഞ്ചർ ഓക്സിജൻ മാസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ് ചെയ്യുകയും പാസഞ്ചേഴ്സ് അത് ഉപയോഗിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ക്രൂ കൊടുക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു വിമാനത്തിൻ്റെ ക്രൂയിസിങ് ഓൾട്ടിറ്റ്യൂഡിൽ ഒരു ഡിഫറൻഷ്യൽ പ്രഷർ, അതായത് ക്യാബിനകത്തെയും വെളിയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ടുള്ള ഡിഫറൻസ് ഏതാണ്ട് 8.5 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ചാണ്. ഇത്രയും വലിയൊരു പ്രഷർ ഡിഫറൻസ് താങ്ങുന്നത് വെറും 40 തൗ മുതൽ 100 തൗ, അതായത് ഒരു ഇഞ്ചിൻ്റെ 40/1000 ഇഞ്ച് തിക്നെസ് ഉള്ള ഒരു സ്കിന്നാണെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ഒരു വളരെ ചെറിയൊരു ഡാമേജ് പോലും ഈ സ്കിന്നിനുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഷറൈസേഷൻ ലോസിന് ഒരു പ്രധാന കാരണമാകും. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ പ്രഷറൈസേഷൻ ലോസ്, സിസ്റ്റം ഫെയിലിയർ കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റിൻ്റെ ആദ്യത്തെ ശ്രമം വിമാനത്തിനെ 10,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡ്, അതായത് 10,000 അടി ഓൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സമയത്ത് ഏതാണ്ട് 10 to 12 മിനിറ്റ്സ്, അതായത് 10 മുതൽ 12 മിനിറ്റ് വരെ മാക്സിമം സമയമാണ് ഇതിനെടുക്കുന്നത്. ഈ സമയത്ത് പാസഞ്ചേഴ്സിന് ഡിസ്കംഫർട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഡിസ്കംഫർട്ട് കുറയാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ മാസ്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. ഓക്സിജൻ മാസ്ക് ഡിപ്ലോയ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിജൻ മാസ്ക് നമ്മളുടെ മുഖത്തേക്ക് വെച്ച് അതിൻ്റെ ലാനിയാർഡ് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിലൊരു കോഡ് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കോഡ് പുള്ളി ചെയ്യുക. അത് പുള്ളി ചെയ്യുമ്പോഴാണ് ഓക്സിജൻ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓക്സിജൻ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ പാസഞ്ചർ സീറ്റ് ഒരു റോയുടെ മുകളിൽ മാക്സിമം 4 ഓക്സിജൻ മാസ്കാണ് വെച്ചിരിക്കുന്നത്. ഒരു 3 റോ സീറ്റിന് മുകളിൽ മാക്സിമം 4 ഓക്സിജൻ മാസ്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പാസഞ്ചർ ഈ ഓക്സിജൻ മാസ്ക് പുള്ളി ചെയ്യുമ്പോൾ അത് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഇൻഡിവിജ്വൽ ജനറേറ്റേഴ്സ്, അതായത് 4 ഓക്സിജൻ മാസ്കിന് വേണ്ട ജനറേറ്റർ സ്റ്റാർട്ട് തുടങ്ങുകയും ചെയ്യും. ആ ഓക്സിജൻ ജനറേറ്ററിൻ്റെ കപ്പാസിറ്റി ഏതാണ്ട് 12 മിനിറ്റാണ്. ആ 12 മിനിറ്റിനകം പൈലറ്റ് വിമാനത്തെ പാസഞ്ചേഴ്സിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടിറ്റ്യൂഡിലേക്ക്, അതായത് 10,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിന് താഴേക്ക് കൊണ്ടുവരികയും ആ സമയമാകുമ്പോഴത്തേക്കും പാസഞ്ചറിന് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ കോക്പിറ്റിലെ വിഷയം തികച്ചും വ്യത്യസ്തമാണ്. ഒരു പൈലറ്റിന് ഈ പ്രഷറൈസേഷൻ ലോസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ വരുമ്പോൾ തന്നെ പൈലറ്റ് ക്വിക്ക് ഡോണിങ് മാസ്ക് അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് ധരിക്കുകയും അവരുടെ മാസ്ക്
പാസഞ്ചേഴ്സിൻ്റെ മാസ്കുമായിട്ട് യാതൊരു കണക്ഷനുമില്ല. ക്വിക്ക് ഡോണിങ് മാസ്കിൽ അവരുടെ ഈ പാസഞ്ചർ അഡ്രസ് സിസ്റ്റവും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അത് ധരിച്ചു കഴിഞ്ഞിട്ട് അവർ എയർക്രാഫ്റ്റിനെ അതിൻ്റെ നിശ്ചിത ഓൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പൈലറ്റിനുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് സ്റ്റോർഡ് ഓക്സിജൻ സിലിണ്ടേഴ്സാണ്. അതിന് ഒരു പൈറോടെക്നിക് വാൽവ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയും ആ ഓക്സിജൻ സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പൈലറ്റ് മാസ്ക് ധരിക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ 2 സിസ്റ്റത്തിലാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഫ്ലൈറ്റ് ക്രൂവിന് പ്രധാനമായിട്ടും ഓക്സിജൻ സിലിണ്ടറിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ആ സിലിണ്ടർ സപ്ലൈ ഏതാണ്ട് 2 മണിക്കൂർ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ പാസഞ്ചേഴ്സിന് 10 to 12 മിനിറ്റ്സ് വരെ ഉള്ള ഓക്സിജൻ സപ്ലൈ ഉള്ളൂ. കാരണം വിമാനം അപ്പോഴത്തേക്കും ഒരു സേഫ് ഓൾട്ടിറ്റ്യൂഡിലേക്ക് പൈലറ്റ് കൊണ്ടുവന്നിരിക്കും. ഇനി നമുക്ക് ക്രൂവിൻ്റെ ഇൻസ്ട്രക്ഷനെ പറ്റി പരിശോധിക്കാം. എപ്പോഴും ഒരു യാത്രയ്ക്ക് മുമ്പായിട്ട് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിൻ്റെ അനൗൺസ്മെൻറ്റിൽ പറയുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മളുടെ ഓക്സിജൻ മാസ്ക് ആദ്യം ധരിക്കുക, മറ്റുള്ളവരെ അതിനുശേഷം സഹായിക്കുക എന്നുള്ളതാണ്. ഇതിനൊരു പ്രധാന കാരണമുണ്ട്. റിലേഷൻസിന് അവിടെ ബന്ധമില്ല. കാരണം നമ്മളുടെ ഓക്സിജൻ മാസ്ക് ആദ്യം ധരിക്കുകയാണെങ്കിൽ ചാൻസസ് നമ്മളുടെ ഒരു ഹൈപ്പോക്സിയയിലേക്ക് പോകാതിരിക്കാൻ അത് സഹായിക്കും. അതേസമയം നമ്മൾ മറ്റൊരാളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാനാണ് ആദ്യം ശ്രമിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അതിനെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഹൈപ്പോക്സിയയിലേക്ക് പോവുകയും മറ്റേയാളിനെ സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുക. അത് കഴിഞ്ഞ് ഫാമിലിയിലോ ഉള്ളവരെയോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാരെയോ സഹായിക്കുക എന്ന പ്രക്രിയയിലേക്ക് പോവുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള വേറെ ഒരു വിഷയമാണ്, ഒരു ഫാമിലി ഉദാഹരണത്തിന് 3 അഡൽട്ട് മെമ്പേഴ്സും 2 ഇൻഫൻസ് അല്ലെ ചൈൽഡ് ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുക എന്നത് നാച്ചുറലാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 5 പേരെ ഒരു സീറ്റിൽ 3 സീറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ക്രൂ സമ്മതിക്കാത്തത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു, പാസഞ്ചർ ഓക്സിജൻ മാസ്ക് മുകളിൽ സ്റ്റോവേജിൽ 4 മാസ്കാണ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 3 സീറ്റുള്ള ഒരു റോയിൽ 4ൽ കൂടുതൽ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ഇൻഫൻസ് ആണെങ്കിലും 5ാമത്തെ ആളിന് ധരിക്കാനുള്ള ഓക്സിജൻ മാസ്ക് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ആ സമയത്ത് എംപ്റ്റി ആയിട്ടുള്ള സീറ്റ് തേടി പോവുക എന്നുള്ളത് വളരെ അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ഫാമിലി 5 പേരുണ്ടെങ്കിൽ അവർ സ്പ്ലിറ്റ് ചെയ്ത് ഇരിക്കേണ്ട ഒരു ആവശ്യം വരും. അത് ചെയ്യാതെ ക്യാബിൻ ക്രൂ ഒരിക്കലും വിമാനം പുറപ്പെടുവാൻ അനുവദിക്കുന്നതുമായിരിക്കുകയില്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസിക്കലി സേവ് യുവർ സെൽഫ് ബിഫോർ ട്രൈങ് ടു സേവ് അതേഴ്സ്. ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. തുടർന്നും കാണുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശരാശരി ഏതാണ്ട് ഒരു വർഷം ഒരു വിമാനത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ഇടിവെട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇടിവെട്ടിൽ നിന്നും വിമാനം എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.